അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള സംവാദങ്ങളെല്ലാം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ JD വാൻസും ടിം വാൾസും തമ്മിൽ സംവാദം നടന്നത്. ഇതിനു മുമ്പ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ സംവാദം നടത്തിയിരുന്നു. അതിനു മുമ്പ് ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ സംവാദം നടത്തിയിരുന്നു. അന്ന് ബൈഡൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കമലാ ഹാരിസ് സ്ഥാനാർത്ഥിയായി മാറിയത്. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന സംവാദത്തിൽ കമലാ ഹാരിസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് എല്ലാവരും വിലയിരുത്തി. ഇതേ തുടർന്ന് മറ്റൊരു സംവാദത്തിന് കമലാ ഹാരിസ് വെല്ലുവിളിച്ചെങ്കിലും ട്രംപ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇനിയൊരു സംവാദത്തിന് താനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ സംവാദം ഏറെ ശ്രദ്ധേയമാകുകയും ചെയ്തു. CBS ചാനലിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു സംവാദം. പ്രസിഡന്റുമാരുടെ സംവാദത്തിൻ്റെ അതേ വ്യവസ്ഥകളാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. 1.5 മണിക്കൂർ സംവാദം, 2 മോഡറേറ്റർമാർ, ഓഡിയൻസ് ഇല്ല, 2 മിനിറ്റ് വീതം ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരം പറയാനുമുള്ള അവസരമുണ്ടായിരുന്നു. മോഡറേറ്റർമാർ ഫാക്ട് ചെക്കിംഗ് നടത്താൻ പാടില്ല എന്നൊരു വ്യവസ്ഥയും വെച്ചിരുന്നു. കാരണം ഇതിനു മുമ്പ് നടന്ന ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും തമ്മിൽ നടന്ന സംവാദത്തിൽ മോഡറേറ്റർമാർ ഫാക്ട് ചെക്കിംഗ് നടത്തി ഡൊണാൾഡ് ട്രംപിന് നിരവധി കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടിയിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിരുന്നത്. ഏതായാലും ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംവാദവും കാണുകയുണ്ടായി. ഇതിൽ ആരാണ് ജയിച്ചത് എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന മറ്റൊരു സംവാദം. ഒരു സംവാദത്തെക്കുറിച്ച് മറ്റൊരു സംവാദം ഇപ്പോൾ നടന്നു വരികയാണ്. എന്നാൽ അമേരിക്കയിലെ പ്രശസ്തമായ സർവേ ഏജൻസിയായ പോളിറ്റിക്കോ അവരുടെ ഏറ്റവും ഒടുവിൽ ഇൻസ്റ്റൻ്റായി നടത്തിയ സർവേയിൽ പറയുന്നത് 2 കൂട്ടരും ഒപ്പത്തിനൊപ്പമായിരുന്നു എന്നാണ്. 50% വോട്ട് ഇരു കൂട്ടരും നേടി. എന്നാൽ സ്ത്രീകളുടെയും യുവാക്കളുടെയും ഇടയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ടിം വാൾസ് മുന്നിട്ട് നിന്നു. പ്രായമായവരുടെയും വെള്ളക്കാരുടെയും ഇടയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി JD വാൻസും മുന്നേറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ സംവാദം റിപ്പബ്ലിക്കൻസിനാണോ ഡെമോക്രാറ്റുകൾക്കാണോ കൂടുതൽ പ്രയോജനം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ സംവാദം ഏതാണ്ട് കട്ടയ്ക്ക് കട്ടയായിരുന്നു എങ്കിലും അതിൽ സെനറ്റർ JD വാൻസിൻ്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ സുമുഖനാണ്. അദ്ദേഹം ഒരു നോട്ട് പോലും എടുത്തില്ല. അദ്ദേഹം എപ്പോഴും സുസ്മേരവദനായി നിന്നുകൊണ്ട് തന്നെയാണ് പ്രകോപനപരമായ അവസ്ഥകളിൽ പോലും പ്രതികരിച്ചു കൊണ്ടിരുന്നത്. പൂർണ്ണമായ നിയന്ത്രണം വാക്കുകളിൽ അദ്ദേഹം പാലിച്ചിരുന്നു. പലപ്പോഴും ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യേണ്ടി വന്നെങ്കിലും സാമാന്യം ഭേദപ്പെട്ട ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്നാണ് കരുതേണ്ടത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് 40 വയസ്സേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ റിപ്പബ്ലിക്കൻസിന് അദ്ദേഹം ഒരു മുതൽക്കൂട്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് പോലും അദ്ദേഹം ഉയർന്നു എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ട്രംപ് ഏകാധിപതിയാണെന്നും അദ്ദേഹത്തെ ഒരിക്കലും അമേരിക്കൻ പ്രസിഡൻറ്റോ അല്ലെ കമാൻഡർ ഇൻ ചീഫോ ആക്കരുതെന്ന് JD വാൻസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് സംവാദത്തിൽ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു. അന്നത്തെ മീഡിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ട്രംപിനെ അടുത്തറിഞ്ഞപ്പോൾ തൻ്റെ നിലപാട് മാറ്റുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ
ട്രംപ് ബൈഡനോട് തോറ്റെങ്കിലും ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് താൻ വിജയിച്ചു എന്നാണ്. അന്ന് ട്രംപിൻ്റെ ആഹ്വാനപ്രകാരം റിപ്പബ്ലിക്കൻസ് ക്യാപിറ്റോൾ ഹില്ല് വളയുകയും ഒരു കലാപം ഉണ്ടാക്കുകയും അതിൽ ചിലർ മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. അതേക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അതിൽ ദുഃഖമുണ്ടോ? അതിൽ നിലപാടെന്താണ് എന്ന ചോദ്യത്തിന് JD വാൻസ് കൃത്യമായ മറുപടിയില്ല. താൻ ഭാവിയിലേക്കാണ് ഉറ്റുനോക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് അങ്ങ് തെന്നിമാറി. അതുപോലെ ഒഹായോയിലെ സ്പ്രിംഗ്ഫീൽഡ് പ്രദേശത്ത് ഹെയ്തിയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുണ്ടെന്നും അവർ അവിടെ പട്ടിയെയും വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയുമൊക്കെ പിടിച്ചു തിന്നുകയാണെന്നും മറ്റുമുള്ള ട്രംപിൻ്റെ പ്രചാരണം, അതും JD വാൻസിനെ നന്നായിട്ട് കുഴപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പക്ഷേ കുടിയേറ്റം നിർബാധം നടക്കുന്നു എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിൽ അവസാനം മോഡറേറ്റർ വരെ ഇടപെട്ടു. നിയമപരമായി നടക്കുന്ന കുടിയേറ്റമാണിതെന്നും അമേരിക്കൻ സർക്കാർ തന്നെ നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് കുടിയേറ്റക്കാർ അവിടെ ഉണ്ടെന്നുമൊക്കെ മോഡറേറ്റർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം ഈ സംവാദത്തിൻ്റെ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മോഡറേറ്റർമാർ ഫാക്ട് ചെക്കിംഗ് നടത്താൻ പാടില്ല എന്നതാണല്ലോ എന്ന് മോഡറേറ്ററെ ഓർമ്മപ്പെടുത്തി. എന്തായാലും ആ വിവാദം ശക്തമായി കഴിഞ്ഞപ്പോൾ മോഡറേറ്റർക്ക് മൈക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു. മിനസോട്ട ഗവർണർ ടിം വാൾസ് ആണ് ഡെമോക്രാറ്റുകളുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. അദ്ദേഹം ഗവർണറായി വിപുലമായ അനുഭവ സമ്പത്തുണ്ട്. 2 തവണ ഗവർണറായിരുന്ന ആളാണ്. മികച്ച അധ്യാപകനാണ്. ഫുട്ബോൾ കോച്ചായിരുന്നു. പട്ടാളത്തിൽ സേവനം നടത്തിയിട്ടുണ്ട്. അത്രയുമെല്ലാം വിപുലമായ പരിചയസമ്പത്തും അനുഭവസമ്പത്തുമുള്ള ആളാണെങ്കിലും അതെല്ലാം ഒരു സംവാദത്തിൽ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചോ എന്ന് സംശയമുണ്ട്. അദ്ദേഹം തുടക്കത്തിലേ നെർവസായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ മാംസപേശികളൊക്കെ വരിഞ്ഞു മുറുകിയാണ് നിന്നത്. അദ്ദേഹത്തിന് ഒന്ന് ചിരിക്കാൻ പോലും സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കൂടെ നോട്ടെടുക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് പോലും ഓർമ്മയില്ലേ എന്ന് ചോദിച്ച് ട്രംപ് അതിനെ കളിയാക്കി സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമിട്ടു. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറയാനാവില്ല. കൂടാതെ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ, ബൈഡൻ ഭരണകൂടത്തിൻ്റെ, കമലാ ഹാരിസ് ഉൾപ്പെടുന്ന ഭരണകൂടത്തിൻ്റെ ധാരാളം പോരായ്മകളും വീഴ്ചകളും അവയെല്ലാം ഉയർന്നു വന്നപ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഒരുപാട് സമയം അദ്ദേഹത്തിന് വേണ്ടി വന്നു. അദ്ദേഹത്തിന് വിയർപ്പൊഴുക്കേണ്ടി വന്നു. ഉദാഹരണത്തിന് അമേരിക്കയിലെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്, പിന്നെ ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്ന വിവിധ സംഘർഷങ്ങളെക്കുറിച്ച്, ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച്, ഇസ്രായേലിന് നേരെ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെയെല്ലാം പല രീതിയിൽ അദ്ദേഹത്തിന് പ്രതിരോധിക്കേണ്ടി വന്നു. കൂടാതെ അദ്ദേഹം ഒരിക്കൽ ടിയാനൻമെൻ സ്ക്വയറിൽ, ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ കൂട്ടക്കുരുതി ഉണ്ടായപ്പോൾ താൻ അവിടെ സന്ദർശിച്ചിരുന്നു. അന്നാരും അവിടേക്ക് കടന്നു ചെല്ലാൻ ധൈര്യമില്ലാത്ത സാഹചര്യത്തിൽ പോലും തനിക്കവിടെ എത്താൻ സാധിച്ചു എന്നൊക്കെ പണ്ടെങ്ങോ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ അതും ഇപ്പോൾ മീഡിയ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതും അദ്ദേഹത്തിന് കുഴിയിൽ ചാടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അതിന് ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ സംവാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശക്തമായ ചില തിരുത്തേടികൾ നൽകാൻ സാധിച്ചു. അമേരിക്കയിലെ നികുതി സമ്പ്രദായത്തെക്കുറിച്ചും നികുതി ഘടന പരിഷ്കരിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ JD വാൻസ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ടാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് ഡൊണാൾഡ് ട്രംപ് നികുതി അടയ്ക്കാത്തത് എന്ന്? അദ്ദേഹം ശതകോടീശ്വരനാണ്. അദ്ദേഹത്തിന് അമേരിക്കയിലും ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങളിലും വിപുലമായ നിക്ഷേപങ്ങളുണ്ട്, ബിസിനസ്സുകളുണ്ട്. ശതകോടികളാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. അതിനിടയിൽ 6-7 സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടി അദ്ദേഹം
പാപ്പർ ഹർജി നൽകുകയും ചെയ്തു. എന്തുകൊണ്ട് ഇത്രയും കുബേരനായ ഒരാൾ നികുതി അടയ്ക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഈ നികുതി ഘടനയൊക്കെ സങ്കീർണമായ നികുതി ഘടന ലളിതമാക്കണമെന്നും അതിൽ പരിഷ്കാരം കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് ജെ ഡി വാൻസ് തടിതപ്പുകയാണ് ഉണ്ടായത്.